കേരള പ്രവാസി പെൻഷൻ സ്കീമിൽ പെൻഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത വ്യക്തികൾ 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമ്പോൾ അക്ഷയ സെൻറ്ററുകളിൽ വിസിറ്റ് ചെയ്ത് ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ്. അതാണ് ഈ മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഈ പെൻഷൻ വാങ്ങുന്നത് കറക്റ്റായിട്ടുള്ള ബെനിഫിഷ്യറി ആണ് എന്ന് ഗവൺമെൻറ്റിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് സേവനം നൽകുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങളെ ബയോമെട്രിക് ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഈ മസ്റ്ററിംഗ് നടത്തുന്നത്. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അതിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ കണ്ണിൻ്റെ ഇമേജോ ഇത് ബേസ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ ഈ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യണം. 2024 ഡിസംബർ വരെയും പെൻഷൻ വാങ്ങുന്ന എല്ലാ പ്രവാസികളും 2025 ഫെബ്രുവരി 28-ാം തീയതിയോ അല്ലെങ്കിൽ 29-ാം തീയതിക്ക് മുന്നേ ഈ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 1 മാർച്ച് മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. എന്നാൽ ആധാറിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഒരു പ്രവാസിക്ക് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആധാർ കാർഡ് എടുക്കുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആധാർ കാർഡ് എടുത്താൽ മതിയാവും. ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ആധാർ കാർഡ് എടുക്കാത്ത ഒട്ടനവധി പ്രവാസികളുണ്ടാകാം. ഇങ്ങനെയുള്ള പ്രവാസികൾക്ക് ഈ പുതിയ നിയമം കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുകൂടാതെ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്നതും 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്നതുമായ ഒട്ടനവധി പ്രവാസികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഈ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ കേരളത്തിൽ വിസിറ്റ് ചെയ്ത് ഒരു അക്ഷയ സെൻറ്ററിൽ പോയി അവർ ഫിസിക്കൽ പ്രസൻസിൽ ഇതേപോലെയുള്ള ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മാസം 3500 രൂപ പെൻഷൻ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഇത്രയും സമയം ചിലവാക്കി കേരളത്തിൽ വന്ന് മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള വിവരങ്ങളാണ് ഇപ്പോഴിവിടെ പറയുന്നത്. നാളെ ഇതിന് മാറ്റങ്ങൾ വന്നേക്കാം. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ പ്രവാസികൾ സംബന്ധമായ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് സംബന്ധമായ 100 കണക്കിന് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഈ യൂട്യൂബ് ചാനലിനുപരിയായിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് 3 വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന പേരിൽ 3 വാട്സപ്പ് ഗ്രൂപ്പുകളും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രവാസി പെൻഷൻ, പ്രവാസി ഡിവിഡൻഡ് സ്കീമുകൾ, അതേപോലെ പ്രവാസികളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രവാസികൾ ഓൾറെഡി ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സാണ്. നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോകൾ നിങ്ങളുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും മറ്റ് ബന്ധുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക. ഈ പ്രവാസി പെൻഷൻ സ്കീമിൻ്റെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് 5 ഓഗസ്റ്റ് 2024 പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇഷ്യൂ ചെയ്ത ഒരു സർക്കുലർ, അതിനെ ബേസ് ചെയ്തൊരു പ്രസൻറ്റേഷൻ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് നമുക്ക് ആ സർക്കുലർ കണ്ട് അതിലെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരള പ്രവാസി വെൽഫെയർ ബോർഡ് 5 ഓഗസ്റ്റ് 2024 പ്രവാസി പെൻഷൻ്റെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് ഇഷ്യൂ ചെയ്ത സർക്കുലറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിൽ പറയുന്നത് കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ക്ഷേമനിധി പെൻഷൻ അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ ആധാർ രേഖ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതാണെന്ന നിബന്ധനയിൽ താൽക്കാലിക ഇളവുകൾ അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ സർക്കുലറിൽ പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉപഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പ്രകാരം വിശദമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. ആയത് പ്രകാരം 2024 മുതൽ എല്ലാ വർഷവും ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 തൊട്ടു മുൻപുള്ള വർഷം, അതായത് ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ അധിഷ്ഠിതമായ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണെന്ന് ഉത്തരവായി. മേൽപ്പറഞ്ഞ നിർദ്ദേശത്തിനനുസൃതമായി പ്രവാസി ക്ഷേമ ബോർഡിലും വിവിധ പെൻഷൻ അപേക്ഷകളിൽ
ആധാർ നിർബന്ധമാക്കിക്കൊണ്ട് നടപടികൾ ആരംഭിക്കുകയും പെൻഷൻ സോഫ്റ്റ്വെയറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ഉണ്ടായി. തുടർന്ന് വിദേശത്ത് ജോലി നോക്കി വരുന്ന ഭൂരിഭാഗം പ്രവാസികളും മലയാളികളും നാളിതുവരെ ആധാർ എടുത്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ക്ഷേമനിധി പെൻഷനും ലൈഫ് സർട്ടിഫിക്കറ്റിനും ആധാർ കാർഡ് ഹാജരാക്കുന്നതിൽ നിന്ന് പ്രവാസി കേരളീയൻ വിദേശം, അതായത് 1A കാറ്റഗറിയിൽപ്പെടുന്ന വ്യക്തികളെ ഒഴിവാക്കിയിരുന്നു. കേരളീയൻ വിദേശം വിഭാഗത്തിലുള്ളവരെ ഒഴിവാക്കണമെന്ന് കാണിച്ച് നിരവധി പരാതികൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഭാഗത്തെ ആധാർ സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിലേക്ക് കത്ത് നൽകുകയായിരുന്നു. എന്നാൽ ബോർഡിൻ്റെ പെൻഷൻ ഡേറ്റ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സോഫ്റ്റ്വെയറായ സേവനയുമായി സംയോജിപ്പിച്ചതിന് ശേഷം MBC അനുവദിച്ചു നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണെന്നും ഇപ്രകാരമുള്ള നിബന്ധനകൾ മസ്റ്ററിൽ നിന്ന് കേരള പ്രവാസി ക്ഷേമ ബോർഡിനെ ഒഴിവാക്കാൻ സാധിക്കുകയില്ലെന്നും ഇപ്രകാരം സർക്കാർ അറിയിച്ചു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരമുള്ള മാറ്റം ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ മുൻകൂർ അറിയിപ്പ് നൽകാതെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തിയ സാഹചര്യത്തിൽ നിലവിൽ ആധാർ ഇല്ലാത്ത പ്രവാസി കേരളീയൻ 1A കാറ്റഗറിക്കാർക്ക് പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാസി കേരളീയൻ വിഭാഗത്തിൽപ്പെട്ട പ്രവാസികൾക്ക് നിശ്ചിത കാലയളവിലേക്ക് ആധാർ സമർപ്പിക്കുന്നതിൽ നിന്ന് ഇളവ് നൽകാൻ കഴിയുമോ എന്ന വിഷയം വിശദമായി പരിശോധിച്ചു. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിൻ്റെ പെൻഷൻ ഡാറ്റാബേസ് സേവന പോർട്ടലുമായി ബന്ധിപ്പിക്കുന്ന നടപടികൾ ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് കാലതാമസം നേരിടുന്നതാണ്. ആയതിനാൽ നിലവിൽ ആധാർ കാർഡ് എടുത്തിട്ടില്ലാത്ത പ്രവാസി കേരളീയൻ വിഭാഗത്തിൽപ്പെട്ട ക്ഷേമനിധി അംഗങ്ങൾക്ക് പെൻഷൻ അപേക്ഷയോടൊപ്പം ആധാർ രേഖ അപ്ലോഡ് ചെയ്യുന്നതിന് 2024 ഡിസംബർ 31 വരെ സാവകാശം നൽകുന്നതിനും ഇപ്പോൾ ആധാർ രേഖ കൈവശമുള്ള D വിഭാഗക്കാർക്ക് ആധാർ രേഖ അപ്ലോഡ് ചെയ്ത് പെൻഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും അനുമതി നൽകി ഉത്തരവാകുന്നു. അതോടൊപ്പം ആധാർ കൈവശമില്ലാത്ത അപേക്ഷകർ ഈ ഉത്തരവിനോടൊപ്പം അനുബന്ധമായി ചേർത്തിട്ടുള്ള മാതൃകയിൽ ഒരു സത്യപ്രസ്താവന കൂടി പെൻഷൻ അപേക്ഷയിൽ ആധാർ അപ്ലോഡ് ചെയ്യേണ്ടുന്ന സ്ഥാനത്ത് അപ്ലോഡ് ചെയ്ത് പെൻഷൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണെന്നും ഉത്തരവാകുന്നു. ഇതാണ് പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇഷ്യൂ ചെയ്ത സർക്കുലർ. ഇതിലൊരു സത്യപ്രസ്താവന കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ആധാർ കൈവശമില്ലാത്ത ആളുകൾ, ആധാറിന് ഇതുവരെയായിട്ടും അപ്ലൈ ചെയ്യാത്ത പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഒരു സത്യപ്രസ്താവന കൊടുക്കണം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അംഗത്വ നമ്പർ പ്രകാരം പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ അംഗമെടുത്തിട്ടുള്ള എൻ്റെ ആളുടെ പേര് എഴുതുക, പെൻഷൻ തീയതി ഇന്ന തീയതിയാണെന്ന് എഴുതുക, പെൻഷൻ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട ആധാർ നിലവിൽ എനിക്ക് ഇല്ലാത്തതിനാലും വിദേശത്ത് നിന്ന് നാട്ടിലെത്തി ആയത് എടുക്കുന്നതിനുള്ള സാവകാശം ഇപ്പോൾ എനിക്ക് കിട്ടാത്തതിനാലും എൻ്റെ പെൻഷൻ അപേക്ഷ ആധാർ ഇല്ലാതെ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ച് സമർപ്പിക്കുന്നു. 2024 ഡിസംബർ 31 എൻ്റെ ആധാർ ഞാൻ പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിൽ ഹാജരാക്കിക്കൊള്ളാമെന്നും ഹാജരാക്കാത്ത പക്ഷം ബോർഡിൽ നിന്നും അനുവദിക്കുന്ന പെൻഷൻ തടയുന്നതിനും ആയത് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രം എനിക്ക് പെൻഷൻ ആനുകൂല്യം തുടർന്ന് അനുവദിച്ച് നൽകുന്നതിനും സമ്മതമാണെന്ന് ഇതിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓഗസ്റ്റ് 1 പ്രവാസി വെൽഫെയർ ബോർഡ് ഇഷ്യൂ ചെയ്ത ഈ സർക്കുലർ അനുസരിച്ച് ഡിസംബർ 2024 വരെയും പ്രവാസി വെൽഫെയർ ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന എല്ലാ പ്രവാസികൾക്കും നിശ്ചയമായിട്ട് ആധാർ കാർഡ് വേണം. പെൻഷൻ വാങ്ങുന്ന ഏതെങ്കിലും പ്രവാസികൾ ഇനിയും ആധാർ കാർഡ് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആധാർ കാർഡ് എടുക്കുക. മറ്റൊരു ബുദ്ധിമുട്ട് ഇവിടെ നേരിടാൻ പോകുന്നത് 2025 ജനുവരി മുതൽ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29 മുന്നേ ആയിട്ട് 2024 ഡിസംബർ വരെയും പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഈ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 1 മാർച്ച് മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്നാണ് ഈ സർക്കുലറിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോവുക. എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഈ മസ്റ്ററിംഗ് അവൈലബിൾ ആണോ എന്നെനിക്ക് സംശയമുണ്ട്.
ആധാർ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ മസ്റ്ററിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രവാസി വെൽഫെയർ ബോർഡിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വെൽഫെയർ ബോർഡിൻ്റെ പെൻഷൻ സ്കീം സേവന സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ പല വ്യക്തികളും ഒന്നിൽ കൂടുതൽ സാമൂഹിക പെൻഷൻ വാങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുപിടിക്കുന്നതിനും ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നതിനും ഈ പെൻഷൻ ലഭിക്കാൻ അർഹരല്ലാത്തവരെ കണ്ടുപിടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മസ്റ്ററിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ട് എന്ന് സർട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് മസ്റ്ററിങ് ചെയ്യുന്നത്. അതോടൊപ്പം കേരള പ്രവാസി പെൻഷൻ സ്കീം സേവന സോഫ്റ്റ്വെയറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സാമൂഹിക പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെ ഈസിയായിട്ട് ഗവൺമെൻറ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്കെതിരെ ആക്ഷൻ എടുക്കാനായിട്ടും സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതേപോലെയുള്ള പെൻഷനും മറ്റും നൽകുന്നത് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന നികുതി കൊണ്ടാണ്. ഇതിൽ ചില കാറ്റഗറിയിലുള്ള ഇതിന് എലിജിബിൾ അല്ലാത്ത വ്യക്തികൾ ഇതേപോലെയുള്ള പെൻഷൻ സ്വീകരിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികൾ ഒന്നിലധികം സാമൂഹിക പെൻഷൻ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബോർഡിനെയോ അല്ലെങ്കിൽ ആരാണോ നിങ്ങൾക്ക് ഈ പെൻഷൻ നൽകുന്നത് ആ സ്ഥാപനത്തെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒന്നിലധികം പെൻഷൻ ലഭിക്കാനായിട്ട് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു പെൻഷൻ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റുള്ള ഒരു പെൻഷൻ നിലനിർത്തിയിട്ട് മറ്റുള്ള പെൻഷനുകൾ ക്യാൻസൽ ചെയ്യുകയാണ് നല്ലത്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കയ്യിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യുക. വീഡിയോയിൽ ഒന്നിലധികം സാമൂഹിക പെൻഷൻ വാങ്ങാൻ പാടില്ല എന്ന് ഞാൻ മെൻഷൻ ചെയ്തു. ഇതിൻ്റെ ബേസിസിൽ നിങ്ങളുടെ പെൻഷൻ ക്യാൻസൽ ചെയ്യരുത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇതിന് അധികാരപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. പ്രവാസി പെൻഷൻ സ്കീമിൽ നിന്ന് മന്ത്ലി പെൻഷൻ ലഭിക്കുന്ന ഒരു പ്രവാസി മസ്റ്ററിംഗ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രവാസികളെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനുമുള്ള വാട്സപ്പ് ഗ്രൂപ്പായ കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ള വ്യക്തികൾ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.